നാളെ ഓശാന ഞായറാഴ്ചയാണ്. യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പോയതിൻ്റെ ഓർമ്മ ദിവസം. കയ്യിൽ കുരുത്തോലയും വഴിയിൽ വസ്ത്രങ്ങളും വിരിച്ച് യേശുവിനെ ദേവാലയത്തിലേക്ക് സ്വീകരിച്ചതിൻ്റെ ഓർമ്മ ദിവസം. അതിൻ്റെ തലേ ദിവസം നമ്മൾ കൊഴുക്കട്ട പെരുന്നാളായിട്ട് ആഘോഷിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊഴുക്കട്ടയാണ്. അപ്പം നമുക്ക് ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളെടുക്കുക. ബൗളിലേക്ക് കുറച്ച് പൊടി, നമ്മൾ പുറത്തുനിന്ന് മേടിച്ച പൊടിയാണ്, അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നന്നായി തിളച്ച ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ച്, ചൂടായതുകൊണ്ട് നമ്മൾ സ്പൂൺ കൊണ്ടാണ് അത് ഇളക്കുന്നത്. അപ്പോൾ ചൂട് ഒരിച്ചിരി മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇളക്കാവുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് ഇളക്കി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത്, വെള്ളം ഇനിയും കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പം നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ല മയത്തിലാക്കി മാറ്റി വെക്കുക. അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും തേങ്ങയൊക്കെ നമുക്ക് അതിനകത്ത് എടുക്കാം. ശർക്കര പൊതുവെ എല്ലാവരും ശർക്കര അതിനകത്ത് പാനിയാക്കിയതിന് ശേഷം ഇടാറ്. പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്, ആ ടേസ്റ്റും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചീകിയാണ് ചേർക്കാറ്. അപ്പോൾ ശർക്കര നന്നായിട്ട് ചീകി അതിനകത്ത് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത നല്ല ഓയിലി പരുവത്തിലേക്ക് ഇട്ടും. അപ്പോൾ ഇത് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ഞങ്ങൾ കൂടി കുറച്ചൊക്കെ അടിച്ചു മാറ്റി കഴിക്കാറൊക്കെ ഉണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായും ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും കൈകൊണ്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. എൻ്റെ കൊച്ചടുത്ത് വന്നു, അപ്പോൾ അവന് ഞാൻ ഇച്ചിരി വായി കൊടുത്തു. അമ്മേ നല്ല ടേസ്റ്റാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ പൊടിയിൽ നിന്നും ഓരോ ബോളുകളായിട്ട് ഒരു മീഡിയം ടൈപ്പ് ചെറിയ ബോളുകളാക്കി നമുക്ക് ആദ്യം എടുത്ത് മാറ്റി വെക്കാം. ഇത് മാറ്റി ബോളുകളാക്കണേ എന്തിനാണെന്നറിയാം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ശർക്കരയുടെയും തേങ്ങയുടെയും അളവ് കറക്റ്റായിട്ട് എല്ലാത്തിലും ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഒത്തിരി ശർക്കര അതിനകത്താകാൻ വേണ്ടി നമ്മുടെ കൈ അതിനകത്തിട്ട് രണ്ട് സൈഡുകളിലേക്കെല്ലാം കൈയിട്ട് നല്ല വീതിയുള്ളൊരു സ്പേസ് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുക. 2 സ്പൂൺ ശർക്കര അതിനകത്ത് കയറും. ഇവിടെ എല്ലാവർക്കും പിന്നെ മധുരത്തോട് നല്ല പ്രിയമായതുകൊണ്ട് നന്നായിട്ട് ശർക്കര ഇടുന്ന എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് അത്രയും നിറച്ച് നമ്മളതിനകത്ത് ഇടുന്നത്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കും, ഗോതമ്പുണ്ട ഉണ്ടാക്കും. അപ്പോഴൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വെന്ത് നമ്മളതിൻ്റെ അടപ്പ് തുറക്കുമ്പോഴത്തേന് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഞെക്കി നോക്കും. അപ്പോൾ കൂടുതലുള്ള ശർക്കര ഉള്ളത് ബുംബെന്നും പറഞ്ഞിരിക്കും. അപ്പോൾ അത് തന്നെ നോക്കി കഴിക്കാണ്ട് ശർക്കരയുടെ ഭാഗത്ത് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ തീറ്റയും നിൽക്കും. അപ്പം ഇവിടെ ഇവരെല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് നല്ലതായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അത് കഴിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുപ്പത്ത് പാത്രം വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേനും തട്ട് വെച്ച് ഈ ബോളുകളൊക്കെ അതിനകത്തേക്ക് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടൊരു ഈവനിങ് സ്നാക്സ് കൂടിയത്. നമ്മളിപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ച് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിലൊരിക്കലെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് അത് വളരെ ഹെൽത്തിയാണ്. ശർക്കരയിൽ ധാരാളം അയൺ കണ്ടൻസ് ഉള്ളതുകൊണ്ട് ബ്ലഡ് ഉണ്ടാകാനൊക്കെ നമുക്ക് വളരെ സഹായിക്കുന്ന, അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നമുക്കിത് കഴിക്കാം. ചിലയിടങ്ങളിൽ ആളുകൾ ഇതിനെ വൈറ്റ് ബോൾ എന്ന് പറയും, റൈസ് ബോൾ എന്ന് പറയും. നമ്മൾ അതൊക്കെ ചുമ്മാ ജാടയ്ക്ക് പറയുന്നതാണ്. നമ്മളിതിനെ കൊഴുക്കട്ടയെന്ന് തന്നെ പറയുള്ളൂ. എന്തായാലും നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെക്കണം. അതിനുശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കണ്ട ശർക്കരയൊക്കെ നന്നായിട്ടൊരുക്കി കാണാൻ തന്നെ നല്ല രസമില്ലേ? ഇപ്പം എന്തായാലും വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ചൂടോടുകൂടി കഴിക്കണം. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇച്ചിരി തണുത്തൊക്കെ പോയാൽ ചിലപ്പോൾ ഒരു ഇച്ചിരിയൊക്കെ ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണേ. ഇതിപ്പോൾ ഓശാന ഞായറിനോട് അനുബന്ധിച്ചുള്ളതുകൊണ്ട് ഓശാനയുടെ ഒരു സ്പെഷ്യൽ കൊഴുക്കട്ട തന്നെയാണ്. അതുകൊണ്ട് ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഓശാനയുടെ എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും ഓക്കെ, ബൈ ബൈ.